ഒരു IT ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോൾ പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു കൺഫ്യൂഷനാണ് എത്ര സാലറി പറയാം, അല്ലെങ്കിൽ എനിക്ക് എത്ര സാലറി കമ്പനി തരാൻ സാധ്യതയുണ്ടാവും. വാട്ട് ഈസ് ഒരു എക്സ്പെക്റ്റഡ് സാലറി ചോദിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കണം പറയേണ്ടത്? ഒരു IT ഫ്രഷർക്ക്, ഒരു IT ഇൻഡസ്ട്രിയിൽ ഒരു ഫ്രഷർക്ക് എത്രയായിരിക്കാം ശമ്പളം കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. BTech, MCA, BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് മുതലായ IT സംബന്ധമായിട്ടുള്ള ഡിഗ്രികളോ PGകളോ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പലരും ചോദിക്കാറുള്ളവരാണ് എത്ര ശമ്പളം കിട്ടും IT ഇൻഡസ്ട്രിയിൽ. ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് ആക്ച്വലി ഇത്. അങ്ങനെ പെട്ടെന്ന് ഒരു വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യും. നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബേസിക് പേ സാധാരണ കമ്പനീസ് ഒക്കെ പറയുന്നത് ഒരു 10,000 മുതൽ അല്ലെങ്കിൽ 1 ലക്ഷം, 1.5 ലക്ഷം രൂപ വരെ, ഈവൻ 2 ലക്ഷം രൂപ വരെ ശമ്പളം കൊടുക്കുന്ന കമ്പനികൾ ക്യാമ്പസിൽ നിന്ന് ഹയർ ചെയ്യാറുണ്ട്. എന്നാൽ ക്യാമ്പസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയാൽ ഏതാണ്ട് സിനാരിയോ അങ്ങനെ അല്ല എന്ന് വേണേൽ പറയാം. ക്യാമ്പസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മളൊരു പക്ഷേ എത്തിപ്പെടാൻ സാധ്യതയുള്ളത് നമ്മൾ ഈ പറഞ്ഞു കേൾക്കാറുള്ള സെക്കൻഡ് ടയറിലെ 3 ടയർ കമ്പനീസിലാണ്. അപ്പോൾ അത്തരം കമ്പനീസിലൊന്നും ഒരു പക്ഷേ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് കൊടുക്കുന്നത് പോലത്തെയുള്ള സാലറി സ്കെയിൽ ആയിരിക്കത്തില്ല ഉണ്ടാവുക. അവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വേരി ചെയ്തിരിക്കും. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് വർക്ക് ചെയ്യുന്ന പ്രൊഫൈൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. ടെക്നോളജി ഡിപ്പെൻഡ് ആയിട്ട് ഡെഫിനറ്റ്ലി സാലറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ഡെഫിനറ്റ്ലി സാധ്യതയുണ്ട്. ഇപ്പോൾ 5,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് സാലറി കൊടുക്കുന്ന കമ്പനീസ് ഈവൻ കൊച്ചിയിൽ ഇൻഫോപാർക്കിനകത്തുണ്ട്, ടെക്നോ പാർക്കിനകത്തുണ്ട്. 45,000 കൊടുക്കുന്ന ഫ്രഷർ ഉള്ള കമ്പനീസും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയില് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഡെഫിനറ്റ്ലി ഓരോ കമ്പനീസിനും അവരുടെ സാലറി പോളിസീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു സാലറി മിക്കവാറും ഒരു 5,000-നും അല്ലെങ്കിൽ ഒരു 10,000-നും മേ ബി ഒരു 8,000-നും 25,000-നും ഇടയ്ക്കായിരിക്കും. നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ഈ പറയുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 3 ടയർ കമ്പനീസിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേനും അപ്പോൾ എപ്പോഴും എക്സ്പെക്റ്റഡ് സാലറി ചോദിച്ചാൽ കഴിവുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ കമ്പനിയുടെ സാലറി സ്കെയിൽ എത്രയാണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് ആ ചോദ്യത്തിന് അങ്ങനെ ഉത്തരം നൽകുക. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു വീട് പണിയാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തറ കെട്ടുന്ന പോലെ തന്നെ ആ തറയ്ക്ക് നല്ല ഉറപ്പുണ്ടാവണം എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു 25 വർഷം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ 1-2 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിന്റെ ബേസ് ആണ്. അവിടെ പേഴ്സണലി ഞാൻ പറയുന്നത് നിങ്ങളുടെ സാലറിക്ക് ആയിരിക്കരുത് മുൻഗണന കൊടുക്കേണ്ടത്. ഡെഫിനറ്റ്ലി സാലറി വേണം ഇല്ലെന്നില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് സാലറിയുടെ കേസിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന പ്രൊഫൈല് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ വലിയ വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് സാലറി ഇല്ലാതെ വർക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ബട്ട് സ്റ്റിൽ ഒരു നമ്മുടെ ബേസിക് ചെലവുകളൊക്കെ നടന്നു പോകുന്ന ശമ്പളമാണ് ആദ്യം നമുക്ക് ഒരുപക്ഷെ ആദ്യത്തെ 1-2 വർഷം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ശമ്പളത്തിന് നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ അട്രാക്റ്റീവ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, മുന്നോട്ട് സ്കോപ്പ് ഉള്ള ഒരു ജോലിയാണ്, ഒരു പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ജോലി നിങ്ങൾ ഗ്രാബ് ചെയ്യുക, ആ ജോലി നിങ്ങൾ ചെയ്തു തുടങ്ങുക. അതും ഒരു ഇടത്തരം കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സോ ആദ്യത്തെ ആസ് എ ഫ്രഷർ നിങ്ങൾക്ക് സാലറി സ്കെയില് എത്രയാണെന്നുള്ളത് ആയിരിക്കരുത് നിങ്ങളുടെ മുൻഗണന ടു ഫിക്സ് വെൻ യു സെലക്ട് എ കമ്പനി. പക്ഷേ അതല്ലാതെ ആ കമ്പനിയുടെ പ്രൊഫൈലും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന പ്രൊഫൈലും ആയിരിക്കണം എന്നുള്ള എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ. IT അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട്സിനും എന്ത് സപ്പോർട്ടും നിങ്ങൾക്ക് വൺ ടീമിനെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.